ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഞാനൊരു 7 മാസം ഒക്കെ ശേഷമാണ് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അതുവരെ ഇപ്പോഴായാലും റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്നല്ലാണ്ട് ഒരു വ്ളോഗ് കുറവാണ്. അപ്പോൾ ഞാൻ വിളിച്ചു ഓക്കെ ഒരു Q&A ചെയ്യാമെന്ന്. അപ്പോൾ Q&A കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കറിയാം, ഞാനിപ്പോൾ കമ്മ്യൂണിറ്റി അതിൽ പോസ്റ്റ് ചെയ്തായിരുന്നു Q&A ചെയ്യാൻ, കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയാമായിരുന്നു അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. കാരണം ഇപ്പോൾ ഈ സ്ട്രേഞ്ചേഴ്സൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രം അധികം അങ്ങോട്ട് എൻ്റെ യൂട്യൂബ് ഗ്രോത്ത് ആയിട്ടില്ല. അപ്പോൾ അതെനിക്കറിയാം. അപ്പോൾ എനിക്കിപ്പം ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചാൽ 7 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. അതൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചാണ്. അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, അപ്പോൾ പിന്നെ വേണ്ട, വ്ളോഗ് വേണ്ടാന്ന് ചിന്തിക്കാം. രണ്ടാമത്തെ വെച്ചാൽ ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വ്ളോഗ് ചെയ്യുക, ഓക്കെ Q&A ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ രീതി ഞാൻ തിരഞ്ഞെടുത്തു. കാരണം ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചാൽ 7 ക്വസ്റ്റ്യൻസാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇതിൽ ബോറടിപ്പിക്കാൻ മാത്രം ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞോളൂ, അത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൻ്റെ അവസാനം വരെ കാണണം. ഓക്കെ, ഇത് ഇറങ്ങല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസണാണ്. അതിന് 2 റീസൺസാണുള്ളത്. ഫസ്റ്റത്തെ റീസൺ എന്ന് വെച്ചാൽ ആസ് എ കോളേജ് സ്റ്റുഡൻറ്റ് എനിക്കിപ്പോൾ ഒരു പാർട്ട് ടൈം ഒക്കെ ചെയ്യാം, ജോബൊക്കെ ചെയ്യാം, പക്ഷേ വീട്ടിൽ നിന്ന് വിടണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഒരു ഏൺ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി, നല്ല ഒരു രീതി എന്ന് പറയുന്നത് എന്താണ് പറയുക, വീട്ടിലിരുന്ന് നമുക്ക് വേണം ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ യൂട്യൂബ് ചാനൽ തന്നെയാണ്. അപ്പോൾ അതിനാണ് ഫസ്റ്റത്തെ സംഭവം. ആൻഡ് സെക്കൻഡ് റീസൺ ചോദിക്കുമ്പോൾ, പിന്നീട് നമ്മൾ ചെയ്ത ഇങ്ങനത്തെ ഒരു വ്ളോഗൊക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. ഒരു കോർ മെമ്മറീസ് ആയിട്ട് അത് അവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പം ഗാലറിയിൽ അങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് നമ്മൾ വെക്കണമെന്നില്ല. അപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെമ്മറീസ് ആയിട്ട് നമുക്ക് പഴയ വീഡിയോസൊക്കെ കുറേ കഴിഞ്ഞ് കാണുമ്പോൾ അടിപൊളിയായിരിക്കില്ലേ. അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നാട്ടിൽ എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. നാട്ടിൽ എവിടെയാണ് ചോദിക്കുമ്പോൾ ഞാൻ കണ്ണൂർക്കാരിയാണ്. പ്രൗഡ്ലി സേ കണ്ണൂർക്കാരി. ആൻഡ് കണ്ണൂർ നരിക്കോടാണ്. അത് പുറത്തുള്ളവർ, അതായത് നമ്മളെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പുറത്തുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ തളിപ്പറമ്പ ഒക്കെ അവർക്ക് അറിയായിരിക്കും. ടൗണൊക്കെ ഫേമസ് ആണല്ലോ. അപ്പോൾ അവിടെയല്ല, അതിൻ്റെ കുറേ പോകാനുണ്ട്. എന്നാൽ കൂടിയും അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നരിക്കോടാണ് എൻ്റെ യഥാർത്ഥ സ്ഥലം. ഓക്കെ, 3rd ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിന് മുന്നേ കുറച്ച് വെള്ളം കുടിക്കാം. ഓക്കെ, 3rd ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്, ഒരാളെയും സൗന്ദര്യത്തിൻ്റെ ബ്യൂട്ടിയുടെ ഡെഫിനിഷൻ വ്യത്യസ്തമായിരിക്കും. ഒരാളെ പെർസ്പെക്റ്റീവിലായിരിക്കുമല്ലോ ഒരാൾ നോക്കണത്. അപ്പം എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് അബൌട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, അതൊക്കെ തന്നെ. ഇനി നമ്മളുടെ എത്ര ക്വസ്റ്റ്യൻ ആയത്, 1 മിനിറ്റ്. 4th ക്വസ്റ്റ്യൻ. ഓക്കെ, റീൽസ് എടുത്ത് തരുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചങ്ങായിയാണ് എനിക്ക് എടുത്ത് തരുന്നത്. അവളുടെ പേര് അനാമിക എന്നാണ്. അപ്പോൾ നമ്മൾ വെച്ചാൽ 8ാം ക്ലാസ് തൊട്ടാണ് പരിചയം. അപ്പോൾ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ അതൊന്നും എനിക്ക് അതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കമ്പനിയായി, പിന്നെ നമ്മളൊപ്പം ഇങ്ങനെ പോക്കും വരലും ഒക്കെ ഒന്നിച്ചാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം സ്കൂട്ടി വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം 2 മിനിറ്റിലൊക്കെ, 2 മിനിറ്റൊന്നും വേണ്ട, വേഗം പോയിട്ട് വരാം. 1 മിനിറ്റിലൊക്കെ ഉള്ളിലെത്തും. അപ്പോൾ ഒരു കുന്ന് കയറണം, കുന്ന് കയറി എത്തിയപാട് ഉള്ള വീടാണ്. അങ്ങനെ അപ്പോൾ എനിക്ക് വെച്ചാൽ അതൊരു ഭാഗ്യമാണ്. ലൈക്ക് നമ്മളിപ്പോൾ അടുത്താണ് വെച്ചിട്ടല്ലോ ഫ്രണ്ട്സ് എന്നാവുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ആയതിനു ശേഷം ഇങ്ങനെ അറിയുന്നത് അടുത്താണ് വീടെന്നൊക്കെ. അപ്പോൾ എനിക്ക് അതൊരു ഭാഗ്യമാണ്. കാരണം എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ വീട്ടിൽ പച്ചമണിക്കോ അമ്മ മണിക്കോ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും റീലൊക്കെ എടുക്കണമെങ്കിൽ പോലും ഞാൻ ഓളെയാണ് വിളിക്കൽ. ഓളഞ്ഞാൽ എനിക്ക് അധികം റീൽസൊക്കെ ഓളഞ്ഞെടുത്തരല്. അപ്പോൾ അതൊരു അടിപൊളി സംഭവമാണ്. പൊക്കി പറ്റണ്ടേ അനാമിന. ഇനി നമ്മളെ 5th ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഡ്രീം പ്ലേസ് ടു വിസിറ്റ്. ചിന്തിക്കുമ്പോൾ എനിക്ക് സ്പാർക്ക് അടിക്കണം. അതിൽ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡാണ്. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. 1 ഡേ ഇൻഷാ അല്ലാഹ് ഒരാഗ്രഹമാണ് സ്വിറ്റ്സർലാൻഡിൽ പോകണത്. അപ്പോൾ നമ്മളെ കൊച്ചു ടിവിയിലുള്ളൊരു കാർട്ടൂണുണ്ട്, ഹെയ്ഡിന്നോ അങ്ങനെയൊക്കെ പറയാം. അതിൽ ആ ഒരു തീം, ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് കാണുമ്പോൾ സ്പാർക്ക് അടിക്കും.
ഇനി നമ്മളുടെ 6th ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഒരു എയിം വെച്ചാൽ എനിക്ക് പരമാവധി കൺട്രീസ് എന്താണ് പറയുക കവർ ചെയ്യണം, വിസിറ്റ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ് ആ ഒരു രീതിക്ക് ഒരു ഫ്യൂച്ചർ പ്ലാൻസ്, അതാണ് എൻ്റെ ഒരു എയിം. ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് വലിയൊരു പിടുത്തമില്ല. ബട്ട് ഇപ്പോൾ അതാണ് എൻ്റെ മൈൻഡിലുള്ളത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ബോയ് ഫ്രണ്ട് ഉണ്ടോ ലൈൻ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് ഞാൻ അതിൽ ആൻസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ആൻസർ നോ എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഞാനൊരു Q&A ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഒരു യൂട്യൂബ് ഇങ്ങോട്ട് ഗ്രോത്തിൽ ഇങ്ങോട്ട് എത്തണം, ഒരുപാട് ആൾക്കാരുണ്ടാവണം ആ ഒരു ഫാമിലി. അതൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി. ലൈക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ഇത് പിന്നെ സിമ്പിളായിരുന്നു, അത്രയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അതാണൊരു ആഗ്രഹം. ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ Q&A അത്രയേ ഉള്ളൂ. അപ്പോൾ ആരും ഞാൻ ബോറടിപ്പിച്ചിട്ടൊന്നുമില്ല, കാരണം വേഗം കഴിഞ്ഞില്ലല്ലോ. അതെ, ബോറടിപ്പിക്കാൻ മാത്രം സമയം ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയും എക്സാമൊക്കെയാണ് 6th സെം ഒക്കെ. ബട്ട് ഞാൻ പരമാവധി ലൈക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടന്റ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്തോളി. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരാം. ബൈ.